പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, ഈ പ്രഭാതത്തിൽ നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം സങ്കീർത്തനം 84:11. ദൈവമായ കർത്താവ് സൂര്യനും പരിചയമാണ്, അവിടുന്ന് കൃപയും ബഹുമതിയും നൽകുന്നു. പരമാർത്ഥതയുടെ വ്യാപരിക്കുന്നവർക്ക് ഒരു നന്മയും അവിടുന്ന് നിഷേധിക്കുകയില്ല. അവർക്ക് പറയാനുള്ളവർ, ദൈവം നമുക്ക് തരുന്ന സംരക്ഷണം എന്താ കർത്താവ് പറയുന്നത്? കർത്താവ് സൂര്യനാണ്, പരിചയമാണ്, സംരക്ഷണവും രക്ഷയും നൽകുന്ന ഒന്ന്. വീണ്ടും അവിടുന്ന് കൃപയും ബഹുമതിയും നമുക്ക് തരുന്നു, നമ്മെ അംഗീകരിക്കുന്നു, കൃപ സമർത്ഥമായി തരുന്നു, ഒപ്പം നമ്മൾ ബഹുമാനിക്കുന്നു. വീണ്ടും ദൈവത്തിൻ്റെ വാഗ്ദാനം പറയുന്നത് പരമാർത്ഥ ഹൃദയത്തോടെ വ്യാപരിക്കുന്നവർക്ക്, ദൈവസന്നിധിയിൽ നീതിപൂർവമായി ജീവിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ മറ്റൊരു വാഗ്ദാനം എന്താണത്? ഒരു നന്മയും നിഷേധിക്കത്തില്ല. എങ്കിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, ഈ ദിവസം നമുക്ക് ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവെ, ഒരു നന്മയും നിഷേധിക്കില്ല എന്ന് നീ പറഞ്ഞ വാക്കിൻ്റെ യോഗ്യതയാൽ വചനത്തിൻ്റെ അവകാശപ്പെട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ നന്മ കൊണ്ട് നിറയ്ക്കണം. ഓർക്കുക പ്രിയമുള്ളവരെ, ഈ വചനം കൂടുതൽ വ്യാഖ്യാനത്തിൽ പോകുമ്പോൾ ദൈവം വെളിച്ചത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും ഉറവിടമാണ്. എങ്കിൽ അവിടെ നിന്ന് എനിക്ക് വേണ്ട തരും. വീണ്ടും പറയുന്നു, നീതിപൂർവമായി ജീവിക്കുന്നവർക്ക് ദൈവം അവൻ്റെ ഔദാര്യവും വിശ്വസ്തയും നമുക്ക് തരുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് എൻ്റെ പരിചയമാണ്, സംരക്ഷണം തരുന്നതാണ്, സൂര്യനുമാണ്. സൂര്യനെ പോലെ ദൈവം തൻ്റെ ജനത്തെ നമ്മെ പ്രകാശിപ്പിക്കുകയും നയിക്കുകയും ചെയ്യുന്നു. ഒപ്പം പരിചയപോലെ അവൻ നമ്മെ എല്ലാ ദോഷത്തിൽ നിന്നും അപകടത്തിൽ നിന്നും നമുക്ക് സംരക്ഷണം തരുന്നു. ഇപ്രകാരം ജീവിക്കുന്നവരെ ദൈവം എന്ത് ചെയ്യും? ബഹുമാനിക്കും, പ്രീതികരമാം വളർത്തും, നമ്മളെ ഉയർത്തും. സൂര്യൻ ജീവനും ഊർജവും നൽകുന്ന പോലെ ദൈവം ആത്മീയമായ പ്രകാശവും ശക്തിയും നമുക്ക് നൽകുന്നു. പരിചയം എന്ന നിലയിൽ ദൈവം തൻ്റെ ജനത്തെ, നമ്മെ ജീവിതത്തെ എല്ലാ അപകടത്തിൽ നിന്നും കാത്തുരക്ഷിക്കുന്നു. ആത്മീയമായും ശാരീരികമായ എല്ലാ അപകടത്തിനും കർത്താവ് കാത്തുരക്ഷിക്കുന്നു. ആണ് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ വചനഭാഗം എന്ന് പറയുന്നത്, ദൈവം എനിക്ക് സൂര്യനും പരിചയമാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എല്ലാം എനിക്ക് വേണ്ട എല്ലാം കർത്താവ് തരും. അതുപോലെ എല്ലാ അപകടത്തിൽ നിന്നും കർത്താവിനെ കാത്തുരക്ഷിക്കും. ഒപ്പം തന്നെ യേശു എന്നെ ഉയർത്തും, ബഹുമാനിക്കും. അതുപോലെ നന്മ ചെയ്ത് ജീവിക്കുന്ന നമുക്ക്, ദൈവത്തെ പ്രീതിപ്പെടുത്തി ജീവിക്കുന്ന നമുക്ക് തരുന്ന മറ്റൊരു വാഗ്ദാനമാണ്, നമ്മൾ എന്നാ ചോദിച്ചാലും എന്നാ ആഗ്രഹിച്ചാലും ഒന്നും നിഷേധിക്കില്ല. പ്രിയമുള്ളവരെ, ഈ ദിവസം നല്ലൊരു ദിവസം അച്ഛൻ ആശംസിക്കുകയാണ്. മറക്കരുത്, എൻ്റെ കർത്താവ് സൂര്യനാണ്, ജീവൻ നൽകുന്നു, പരിചയമാണ്, സംരക്ഷണം തരുന്നു, വീണ്ടും എന്നെ ഉയർത്തുന്നു, എന്നെ ശക്തിപ്പെടുത്തുന്നു, എന്നെ ബഹുമാനിക്കുന്നു. മറക്കരുത്, ഞാൻ തമ്പുരാൻ്റെ വഴിയിലൂടെ നടക്കുമ്പോൾ ഒരു നന്മയും എനിക്ക് നിഷേധിക്കത്തില്ല. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ. പ്രത്യേകിച്ച് ഗാകുൽത്ത വാഗ്ദത്തത്തോട് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ഇതെല്ലാം അതിൻ്റെ സമൃദ്ധി തരും. എന്തെന്നാൽ നിങ്ങൾ വില കൊടുത്ത് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം വിലയുള്ള ഈ സമ്മാനങ്ങൾ ദൈവം തരും. ദൈവം എല്ലാവരും സമത്വം അനുഗ്രഹിക്കട്ടെ. ഈശ്വര ആശീർവാദം തരാം. നമ്മുടെ കർത്താവായ ശമിശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. മറക്കരുത്, സൂര്യനും പരിചയമായ കർത്താവ് നിനക്ക് എല്ലാ സംരക്ഷണം നൽകി ഇന്ന് അനുഗ്രഹിക്കും.